ഹായ് ഡിയേഴ്സ്, ട്രിപ്പിൾ ത്രീ ഡിവൈൻ മിറാക്കൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഇപ്പോൾ എന്തിലാണ് കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചുകൊണ്ട് പൈൽ നമ്പറിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. 1 സെലക്ട് ചെയ്തവർക്ക് നിങ്ങൾ കൂടുതലായിട്ട് ഫൈനാൻഷ്യൽ, സ്പിരിച്വൽ പ്രോസ്പെരിറ്റിയിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. അതായത് നിങ്ങൾ ഫിനാൻഷ്യലി കൂടുതലായിട്ട് ഏൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള ഒരു ടൈം ആയിരിക്കാം. അതുപോലെ തന്നെ പണം ചെലവഴിക്കുന്ന കാര്യത്തിലും നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വരവ് ചെലവ് കണക്കുകൾ ബാലൻസ്ഡ് ആയിട്ട് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥന വേണമെന്നുള്ള ഒരു കാര്യം, ചിലപ്പോൾ പ്രാർത്ഥിക്കാനൊക്കെ കുറച്ച് മടി ഉണ്ടായിരിക്കാം. ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു പ്രാർത്ഥനയും നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുക. അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഗെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. അല്ലെങ്കിൽ ഇപ്പോഴായിരിക്കാം നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത്. അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം നിങ്ങൾ പണം ചെലവഴിക്കുക. ഇനി രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവർക്ക് പവർ എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്ട്രോങ് ആക്കുക. ഒരു പക്ഷേ നല്ലൊരു തുടക്കവും ഒക്കെ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ തളർത്താനായിട്ടും നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ടും ആൾക്കാരുണ്ടായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളെ കളിയാക്കാനായിട്ട് ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷേ അതിലൊന്നും തന്നെ നിങ്ങൾ വീണ് പോകാതെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്ട്രോങ് ആക്കി എടുക്കുക. ചുറ്റുപാടുമുള്ളവരിൽ നിന്നും ഇതൊക്കെ തന്നെയാണ് കിട്ടുക എന്നുള്ള മുൻവിധിയോടുകൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. എപ്പോഴും മറ്റുള്ളവരുടെ മുന്നിലും നിങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് പോലും നിങ്ങൾ സ്ട്രോങ് ആവുക. നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. മറ്റുള്ള ആൾക്കാരിലല്ല നിങ്ങൾ വിശ്വാസം അർപ്പിക്കേണ്ടത്. നിങ്ങൾ സ്വയം നിങ്ങളിൽ തന്നെയാണ് വിശ്വാസം അർപ്പിക്കേണ്ടത്. ഒരു പവർഫുൾ പേഴ്സൺ ആണ് നിങ്ങൾ എന്നത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വളരെയധികം പവർഫുള്ളായിട്ടുള്ള ആൾക്കാരാണെന്ന് സ്വയം തിരിച്ചറിയുക. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അവോയ്ഡ് ചെയ്തിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങളിലെ ശക്തിയെ തന്നെ നിങ്ങൾ തിരിച്ചറിയുക. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് ഡെസ്റ്റിനി എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫ് പർപ്പസ് ഇതിനോടകം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം. ആ ഒരു ലൈഫ് പർപ്പസ് എന്താണോ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. ഇനി ലവ് പർപ്പസ് കണ്ടെത്തിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണോ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ജോലി അതിൽ പൂർണ്ണമായിട്ടും ആത്മാർത്ഥതയും പ്രതീക്ഷയും അർപ്പിക്കുക. അതുപോലെ തന്നെ സ്വയം വിധിയെ പഴിക്കാതിരിക്കുക. എനിക്കൊന്നും ആകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ബ്ലെയിം ചെയ്യാതിരിക്കുക. നിങ്ങൾ അറ്റൻഷൻ കൊടുക്കേണ്ടത് ശുഭാപ്തി വിശ്വാസത്തിലാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.